Welcome back, my dear students. In the previous video, we have discussed about the ratio test of a series to establish the absolute convergence or divergence of a series. Now, we are actually stating a corollary of the ratio test. ചില പുസ്തകത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ റേഷ്യോ ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. Let x is equal to sequence xn be a non-zero sequence in R, non-zero sequence in R, and suppose that the limit R is equal to limit modulus of xn plus 1 by xn exists in R. Then the series summation xn is absolutely convergent when R is less than 1 and it is divergent if R is greater than 1. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത അതേ റിസൾട്ട് തന്നെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എന്നിന് പകരം അതിൻ്റെ ലിമിറ്റ് ചൂസ് ചെയ്യുന്നു. ഒരു സീരീസ് എക്സ് എന്ന് പറയുന്നൊരു സീക്വൻസ് ഓഫ് നോൺ സീറോ നമ്പേഴ്സാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയ സീരീസാണ് സമ്മേഷൻ എക്സ് എൻ. അതിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ റേഷ്യോയുടെ മോഡുലസ് എടുത്തപ്പോൾ അതിൻ്റെ ലിമിറ്റ് എടുത്തപ്പോൾ ആർന്ന് കിട്ടി. ഇനി ആർന്നുള്ള വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സീരീസ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. ആർന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദ സീരീസ് ഈസ് കോൾഡ് ഡൈവേർജൻറ്റ് സീരീസ്. സോ ദിസ് ഈസ് ദ ഐഡിയ. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത അതേ കാര്യം തന്നെയാണ്. വേറെ ഒരു പുതുമയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇല്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൂഫ്. നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എന്ന് പറയുന്നത് എപ്പോഴും മോഡുലസ് എടുത്തുകൊണ്ട് എപ്പോഴും പോസിറ്റീവാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് R is equal to limit modulus of xn plus 1 by xn and R is less than 1. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പേ റൂട്ട് ടെസ്റ്റിൻ്റെ അത് ചെയ്ത പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ആറിനും 1ൻ്റെ ഇടയ്ക്ക് ഒരു R1 എടുക്കുക. സോ ചൂസ് R1 സച്ച് ദാറ്റ് R ലെസ് ദാൻ R1 ലെസ് ദാൻ 1. ഇങ്ങനെ ഒരു R1 എക്സിസ്റ്റ് ചെയ്യാൻ കാരണം R ഈക്വൽ ടു 1 അല്ല. സോ ആറിൻ്റെയും 1ൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏതോ ഒരു റിയൽ നമ്പറാണ് R1 എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ലിമിറ്റ് R ആയതുകൊണ്ട് തന്നെ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ മോഡുലസ് ഓഫ് എക്സ് എൻ ഈസ് ലെസ് ദാൻ R1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ അല്ല എന്നുണ്ട് ഒരു സ്റ്റേജിന് ശേഷം ഇതിൻ്റെ എല്ലാ വാല്യൂസും ലെസ് ദാൻ R1 അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ വാല്യൂസും ഗ്രേറ്റർ ദാൻ R1 ആയിരിക്കും. ഓക്കെ, സോ ഇഫ് അറ്റ് ഓൾ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ R1. ഇത് ഗ്രേറ്റർ ദാൻ R1 ആണ്, ഇതിൻ്റെ ലിമിറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R1. ഓക്കെ, കാരണം ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ R1 ആണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ലിമിറ്റ് ഈസ് ആക്ച്വലി R. ഓക്കെ, സോ R എന്നുള്ളത് R1-നെക്കാട്ടിലും ചെറിയ നമ്പറാണ്. സോ ഇതിൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ R1 ആകാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള അസംഷൻ തെറ്റായിപ്പോൾ. സോ അതുകൊണ്ടാണ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ഷുഡ് ബി ലെസ് ദാൻ R1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സോ ഇതിൻ്റെ റീസൺ കൂടെ വെരിഫൈ ചെയ്യുക. ഓക്കെ, വൈ
this fact, modulus of xn plus 1 by xn is less than r1 for all n greater than or equal to k എന്നുള്ളത് വെരിഫൈ ചെയ്യുക. ഓക്കെ, അത് നമ്മൾ പ്രീവിയസ്ലി റേഷ്യോ ടെസ്റ്റിൽ ഇതേ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞതാണ്. ഓക്കെ, സോ ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് modulus of xn plus 1 less than or equal to modulus of xn times r1 for all n greater than or equal to k. ഇപ്പോൾ എളുപ്പമായി. നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ r1 ആണ്, വേർ r1 ഈസ് ആക്ച്വലി ലെസ് ദാൻ 1. ഓക്കെ, സോ ബൈ റേഷ്യോ ടെസ്റ്റ് this series is absolutely convergent. xn is absolutely convergent. കാരണം അതാണ് പ്രീവിയസ് റിസൾട്ട് പറയുന്നത് തന്നെ. ഓക്കെ, നൗ അപ്പോൾ നമ്മൾ നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് പാർട്ടായി. ഓക്കെ, സോ ദിസ് ഈസ് ലെസ് ദാൻ r1 എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വി ഹാവ് ഇനഫ് കണ്ടീഷൻസ് ഫോർ ദ അപ്ലൈ the ratio test. By ratio test, this series is absolutely convergent. Okay, now this result can also be done with respect to comparison test. ഈ പ്രൂഫ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം, പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ. സോ ദാറ്റ്സ് another question for you. Verify this result using comparison test. കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് എ ക്വൈറ്റ് ഈസി ടാസ്ക് ഫോർ യു. പ്രീവിയസ്ലി പ്രൂഫ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, യു ക്യാൻ ഈസിലി വെരിഫൈ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട്, പാർട്ട് ബി. So given that r is greater than 1, that is modulus of xn plus 1 by xn the limit is r which is greater than 1. Okay, so by this assumption ഇതിൻ്റെ ലിമിറ്റ് greater than 1 ആണെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷം ടേംസ് എല്ലാം greater than 1 ആയേ പറ്റത്തുള്ളൂ, which means that modulus of xn plus 1 by modulus of xn should be greater than 1 for all n greater than or equal to k. Now using the same result, previous result വെച്ചിട്ട് അപ്പം നമുക്ക് റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷനായി. സോ ബൈ റേഷ്യോ ടെസ്റ്റ് we can say that summation xn is divergent. ക്ലിയർലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ പ്രൂഫും നമുക്ക് ഇതുപോലെ തന്നെ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ ചെയ്യാം. കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ nth ടൈമിൻ്റെ ലിമിറ്റ് വെച്ച് ചെയ്യാം. സോ പ്ലീസ് പ്രൂവ് ദിസ്. സിമിലർ ടു part B proof of ratio test. റേഷ്യോ ടെസ്റ്റിൻ്റെ പാർട്ട് ബി പോലെ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ ഒന്നുകൂടെ എഴുതി നോക്കുക. ഓക്കെ, സോ വി ആർ യൂസിങ് റേഷ്യോ ടെസ്റ്റ് ആൻഡ് യൂസിങ് റേഷ്യോ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ വിച്ച് മീൻസ് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് സമേഷൻ എക്സൻ ഡൈവേർജൻ്റ് ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ പ്രത്യേകം ഒബ്സർവ് ചെയ്യേണ്ട കാര്യം, ഈ ടെസ്റ്റ് ലെസ് ദാൻ 1ലും ഗ്രേറ്റർ ദാൻ 1ലും നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്, കൺക്ലൂസീവായിട്ട് റിസൾട്ട് തരുന്നുണ്ട്. ബട്ട് r is equal to 1ൻ്റെ അകത്ത് ദ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. അതായത് ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ മോഡുലസ് ഓഫ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 1 വന്നാൽ ചില കേസിൽ ആ സീരീസ് കൺവേർജ് ചെയ്യും, ചില സീരീസിൽ ആ സീരീസ് ഡൈവേർജ് ചെയ്യും. ദാറ്റ്സ് ഐഡിയ. സോ r is equal to 1ൻ്റെ കേസിൽ നമുക്ക് ഈ ടെസ്റ്റിന് കൺക്ലൂസീവായ ഒരു റിസൾട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കറിയാം സമേഷൻ 1/n ഈസ് ഡൈവേർജൻറ്റ്, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്താണ്. സോ വെരിഫൈ ഇറ്റ്സ് പ്രൂഫ്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെരിഫൈ ചെയ്യാത്ത നോക്കും.
സോ ഇതിൻ്റെ എക്സ് എൻ എന്ന് വെച്ചാൽ 1/n. ഓക്കെ, എക്സ് എൻ പ്ലസ് 1 എന്ന് വെച്ചാൽ 1/n + 1. സോ എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ. ഇവിടെ മോഡുലസ് എടുക്കേണ്ട കാര്യമില്ല, കാരണം രണ്ടും പോസിറ്റീവ് നമ്പറാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/n + 1 ബൈ 1/n. സോ വിച്ച് ഈസ് ഈക്വൽ ടു n/n + 1. സോ എന്ന് കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞാൽ, സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു n ടൈംസ്, ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന് ക്യാൻസൽ ആയി കളഞ്ഞാൽ 1/1 + 1/n. ഓക്കെ, എന്ന് കിട്ടും എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ മോഡുലസ് ഓഫ് എക്സ്. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ മോഡുലസും സെയിം ആണ്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 + 1/n. n ടെൻസ് ടു ഇൻഫിനിറ്റി ആ 1/n 0 ആകും. സോ 1 + 1/0 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ഇതിൻ്റെ മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ എന്നുള്ള വാല്യൂ 1 കിട്ടുന്നുണ്ട്. പക്ഷേ കറസ്പോണ്ടിങ് സി ജി സി ഈസ് ഡൈവേർജൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. summation 1/n², which is actually divergent. So please verify it. എങ്ങനെയാണ് ഡൈവേർജൻറ്റ്? സോറി, this is not divergent, this is actually convergent. Sorry. So this is actually convergent. Okay, here xn is equal to 1/n². xn plus 1 should be equal to 1/n plus 1 the whole square. Now xn plus 1 by xn should be equal to 1/n plus 1 the whole square divided by 1/n², which should be equal to n² divided by n plus 1 the whole square. Okay, so ഇവിടെ നിന്നും നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്നും n² കോമൺ എടുത്താൽ we get xn plus 1 by xn should be equal to n² divided by n² കോമൺ എടുത്തിട്ട് 1 plus 1/n the whole square. Okay, so now apply the limit apply ചെയ്യുമ്പോൾ limit n tends to infinity xn plus 1 by xn should be equal to limit n tends to infinity 1 divided by 1 plus 1/n the whole square. n tends to infinity ആകുമ്പോൾ 1 plus 1/n should be equal to 1 plus 0, അല്ലെങ്കിൽ 1/n tends to 0. So this should be equal to 1/1 plus 0 the whole square, which is equal to 1. So ഇവിടെയും ഇതിൻ്റെ n+1/xn എന്നുള്ളതിൻ്റെ ലിമിറ്റ് 1 കിട്ടി. പക്ഷേ സീരീസ് കൺവേർജൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് r ഈസ് ഈക്വൽ ടു 1ൻ്റെ കേസിൽ റിസൾട്ട് കൺക്ലൂസീവ് അല്ലെന്ന്. കാരണം r ലെസ് ദാൻ 1 ആയിരുന്നെങ്കിൽ യു ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ദ സീരീസ് ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ്. r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. പക്ഷേ r ഈക്വൽ ടു 1ൻ്റെ കേസിൽ ചില സീരീസ് കൺവേർജൻ്റ് ആയിട്ടും ചില സീരീസ് ഡൈവേർജൻ്റ് ആയിട്ടും കിട്ടും. സോ r ഈസ് ഈക്വൽ ടു 1ൻ്റെ അകത്ത് this test does not give you conclusive result. So please remember that r ഈസ് ഈക്വൽ ടു 1ൻ്റെ കേസിൽ നമ്മുടെ ഈ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ മോഡുലസിൻ്റെ റേഷ്യോ 1 കിട്ടുന്ന കേസിൽ നമുക്ക് കറസ്പോണ്ടിങ് സീരീസ് കൺവേർജൻ്റ് എന്നോ ഡൈവേർജൻ്റ് എന്നോ കൺക്ലൂസീവായിട്ട് ഈ ടെസ്റ്റ് വെച്ച് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. താങ്ക് യു.